السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. സത്യവിശ്വാസിയാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് ഇസ്തിആദത്ത് തേടിക്കൊണ്ടിരിക്കുന്നവനായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന നിലക്ക് റബ്ബിനോടൊപ്പം പിശാചിൻ്റെ ഷർറിൽ നിന്ന്, അവൻ്റെ ശല്യപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷ നേടുന്നവനായിരിക്കും. എന്നാൽ നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം തുടങ്ങി സർവ്വ കാര്യങ്ങളും പിശാചിൻ്റെ ഷർറിൽ പെടാതിരിക്കാൻ അള്ളാഹുവിന് നാം എപ്പോഴും ദിക്ർ ചൊല്ലുന്നവരായിരിക്കണം. വീട്ടിൽ കയറുമ്പോഴും കയറിക്കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും തുടങ്ങി മുഅ്മിനായ മനുഷ്യൻ്റെ സകല മേഖലകളിലും അവൻ അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്നവനായിരിക്കും. അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനൊരിക്കലും പൈശാചികമായ ഷെറുകൾ, അവൻ്റെ ഭാഗത്തുനിന്നുള്ള ശല്യങ്ങൾ ഒരിക്കലും അവനോ അവൻ്റെ വീട്ടിനോ അവൻ്റെ ഭക്ഷണത്തിനോ അവൻ്റെ മക്കളിലോ ഒന്നും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് റബ്ബിനെ സ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ, വീട്ടിൽ കയറിപ്പോകുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലാതെ, ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും ബാത്റൂമിൽ പുറത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ തുടങ്ങിയിട്ട് മുഅ്മിനായ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ അതിലൊക്കെ ദിക്റുകൾ ചൊല്ലുന്ന, കൃത്യമായി ചൊല്ലുന്ന വ്യക്തിയാണെങ്കിൽ പറയപ്പെട്ടതുപോലെ വലിയ കാവലും, അല്ലാത്തവനാണെങ്കിലോ പൈശാചികമായ വലിയ ഷെറുകൾ അവനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമെന്നും മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിശാച് കുടിയിരിക്കുന്ന വീടുകളായി മാറുന്നത്, അതല്ലെങ്കിൽ വീട്ടിൽ ബർക്കത്തില്ലായ്മ സംഭവിക്കുന്നത് ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനെ സ്മരിക്കാതെ റബ്ബ് നൽകിയ ഭക്ഷണവും അവൻ നൽകിയ വസ്ത്രവും അവൻ നൽകിയ വീടുമൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ അള്ളാഹു നന്ദിയോട് കാണിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇത്തരം ഷെറുകളിൽ നാം അകപ്പെട്ടു പോകുന്നത്. മറിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായി ഓരോ അവസരങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അവനക്ക് നേടിയെടുക്കാൻ സാധിക്കും. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ ഹദീസുകളിൽ കാണാൻ കഴിയും. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വഅല റബ്ബന തവക്കൽന. ഈ ദിക്ർ ചൊല്ലി ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഒരിക്കലും അവൻ്റെ കൂടെ പിശാചി വീട്ടിൽ കയറാൻ കഴിയാതെ അവൻ മടങ്ങിപ്പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ നമ്മോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പിശാചിന് കഴിയാതെ വരും. ഇതെല്ലാം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തനബി തങ്ങൾ പറയാ, ഇദാ ദഖല റജുലു ബൈതുഹു ഫദക്കറല്ലാഹു അസ്സ വജല്ല ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി. ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലി, ഭക്ഷണം കഴിച്ചപ്പോഴും അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയാൽ ഖാല ശൈത്താൻ, പിശാച് അവൻ്റെ അനുയായികളോട്, അവൻ്റെ അനുചരന്മാരോട് പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് ഈ വീട്ടിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനോ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഭക്ഷണം കഴിക്കാനോ സാധ്യമല്ല, തിരിച്ചു പോയിക്കൊള്ളൂ. നേരെ മറിച്ച് ഒരാൾ വീട്ടിൽ കയറുമ്പോൾ ചൊല്ലപ്പെടേണ്ട ദിക്റുകൾ ചൊല്ലാതെ, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലപ്പെടേണ്ടത് ബിസ്മി ചൊല്ലാതെ ഒരാൾ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണം കഴിച്ചാലോ പിശാച് പറയുമത്രേ, ഇന്ന് ഈ വീട്ടിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം, അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ റെഡിയാണെന്ന്. അതുകൊണ്ട് തന്നെ പിശാചിനെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ പറയപ്പെട്ട ദിക്ർ, അതുപോലെ തന്നെ ബിസ്മി എല്ലാം നാം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ വീട് വലിയ ഐശ്വര്യമുള്ള ബറക്കത്തുള്ള വീടായി മാറും. അല്ലാതിരുന്നാൽ പിശാച് കുടിയിരിക്കുന്ന വീടായി തീരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.